പിണറായി സർക്കാരല്ല, പിണറായിയുടെ അവൻ്റെ അപ്പം വന്നാലും ഇനി നടക്കില്ല. ഇത്തവണ നടക്കില്ല. BJPക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. യാതൊരു തർക്കമില്ല. കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ എന്താ തോന്നിയത്? BJPക്ക് അർഹതപ്പെട്ടാണ് BJP പിടിച്ചത്. ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ BJP വന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നല്ല വ്യക്തിയാണ്. നിയമത്തെ അദ്ദേഹം ജയിക്കും. യാതൊരു തർക്കവും. ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇവിടുത്തെ മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഓൾറെഡി എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിണറായി വിജയനെ കുറിച്ച് നമുക്ക് ഒരു താല്പര്യമില്ല. എൻ്റെ പൊന്നും മാറ്റണം. അതാണ് ആൾക്കാർ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ യൂത്തന്മാർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പുള്ളിയെ നമുക്ക് വോട്ടും താല്പര്യമില്ല. എൻ്റെ പൊന്നും ശോകം. മാറ്റം വരണം. കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി വേണം. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടാണ് വഴിയോര കച്ചവടക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ല. കോർപ്പറേഷൻ BJP പിടിച്ചല്ലോ. അപ്പൊ ആ ഒരു മാറ്റം ഇനി ഇവിടുത്തെ ഇലക്ഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ജനങ്ങൾ മാറിക്കഴിഞ്ഞു. ഇവർ മറ്റുള്ളവർ തമ്മിലടിക്കാനുള്ള മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് ഭരണം മുന്നിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറും അഴിമതിയും ധൂർത്തുമായിട്ട് മാറുകയാണ്. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ പണം മുടക്കി പൊട്ടിഘോഷിക്കുക എന്നുള്ളതല്ലാതെ അവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു മാറ്റം നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം ജനങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം അവരുടെ കണ്ണൂർ തന്നെ തമ്മിലടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അവിടുത്തെ ജനങ്ങൾ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇതുവരെ 40 വർഷം കൊണ്ട് LDF ഭരിക്കുന്ന ഇതാണ് ഇപ്പോൾ BJP. അത് അവരുടെ കയ്യൂക്കൊണ്ടല്ല, ജനങ്ങളുടെ മാറ്റമുണ്ട്. ആ ജനങ്ങൾ വീണ്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് വിവാദം.